السلام عليكم ورحمة الله وبركاته. അറേബ്യൻ രാജ്യത്ത് ധർമ്മം കൊണ്ട് അറിയപ്പെട്ട ഉമ്മു ജാഫർ എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അങ്ങനെ ആ ധർമ്മിഷ്ഠയായ ഉമ്മയെ ലക്ഷ്യമാക്കി ആ വീട്ടിലേക്ക് രണ്ട് അന്ധന്മാർ കടന്നു വന്നു. അങ്ങനെ ആ ധർമ്മിഷ്ഠയായ സ്ത്രീയുടെ വീടിന് മുമ്പിൽ ഗേറ്റിൻ്റെ പരിസരത്ത് രണ്ടാളുകളും ഇരിക്കുകയാണ്. അതിലൊരാൾ ഭാര്യയും മക്കളുമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, മറ്റൊരാൾക്ക് കുട്ടികളും ഭാര്യയൊന്നുമില്ല. അപ്പോൾ കുട്ടികളും ഭാര്യയുമൊക്കെ ഉള്ള അന്ധനായ മനുഷ്യൻ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലിക്കൽ വാസിഅ, അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലിക്കൽ വാസിഅ, അല്ലാഹുവേ നിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, നിന്റെ വിശാലമായ ഔദാര്യം, അതിൽ നിന്ന് നീ എനിക്ക് ആവശ്യമായത് നൽകണമേ എന്ന് ഒരാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വകാനൽ ആഖറു അസ്ബൻ ലാ അഹ്ല ലഹു, മറ്റേയാൾ വിവാഹം കഴിക്കാത്ത ആളാണ്. അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലി ഉമ്മി ജാഫർ, ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളും മക്കളൊക്കെ ഉള്ള ആൾ, അല്ലാഹുവേ നിന്റെ വിശാലമായ ഔദാര്യം ഞാൻ ചോദിക്കുന്നു എന്ന്. മറ്റൊരാൾ, ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് വല്ലതും തരണേ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അപ്പോൾ ഈ വിവരം ഉമ്മു ജാഫർ അറിഞ്ഞു. അപ്പോൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവിടെ ആ വീട്ടിൽ. ഒരു കുട്ടിയുടെ കയ്യിൽ 2 ദിർഹം കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔദാര്യം ചോദിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്, കണ്ടില്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് ഈ 2 ദിർഹം കൊണ്ടുപോയി കൊടുക്കണം. ഒരു കുട്ടിയോട് പറഞ്ഞു. ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരണേ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേറെ ഒരു കുട്ടിയുടെ കയ്യിൽ 2 പത്തിരി എത്തിച്ചു. ആ പത്തിരിയുടെ ഉള്ളിൽ ഒരു കോഴിയുണ്ട്, നല്ല ചുട്ട ഒരു കോഴി, തജാജ. ഫീ ബത്നിഹ 10 ദനാനീർ, അതിൻ്റെ ഉള്ളിൽ ഒരു 10 ദീനാറും വെച്ചു കൊടുത്തു. മറ്റേയാൾക്ക് 2 ദിർഹം, ഇയാൾക്ക് 10 ദീനാർ. അപ്പൊ അള്ളാഹുവിൻ്റെ ഔദാര്യം ചോദിക്കുന്ന ആൾക്ക് 2 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരണേ പടച്ചോനെ എന്ന് പറഞ്ഞ് ദ്വാരക്കുന്ന ആൾക്കോ 2 പത്തിരിയും അതിൻ്റെ ഉള്ളിൽ ഒരു കോഴിയും, കോഴിയുടെ ഉള്ളിൽ 10 ദീനാറും. ദിർഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വെള്ളി നാണയം, ദീനാർ എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ നാണയമാണ്. അപ്പോൾ ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് തരണമെന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു. പക്ഷേ ഈ കൊടുത്തയക്കുന്ന ഹദിയയുടെ ഉള്ളിൽ ദീനാറുണ്ട് എന്ന കാര്യം പ്രത്യേകമായി അദ്ദേഹത്തെ അറിയിച്ചില്ല. അപ്പോൾ കിട്ടി നോക്കിയപ്പോൾ എന്താണ്, രണ്ടാൾക്കും കണ്ടില്ലല്ലോ, എന്താ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, എനിക്ക് 2 ദിർഹം കിട്ടി. നിനക്കെന്താ കിട്ടിയെന്ന് ചോദിച്ചു. എനിക്ക് 2 പത്തിരി കിട്ടിയത്. എനിക്ക് പത്തിരിയാണ് കിട്ടിയത്. ഒരു കാര്യം ചെയ്യും, ആ 2 ദിർഹം കൂടെ തന്നേക്ക്, ഞാൻ ഈ പത്തിരി എനിക്കങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ 2 ദിർഹമിന് ഈ പത്തിരി വിറ്റു. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ രാവിലെ വരും, ഇവിടെ ഒന്ന് നിന്നിട്ട് അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലിക്കൽ വാസിഅ, കുട്ടികളും മക്കളൊക്കെ ഉള്ള ആൾ ചോദിക്കും അങ്ങനെ, പടച്ചോനെ നിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് വല്ലതും തരണേ എന്ന് ദ്വാരക്കും.
മറ്റേയാൾ പറയും, പടച്ചവനെ ഉമ്മു ജാഫറിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് വല്ലതും തരണേ എന്ന്. അപ്പോ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കൊടുത്തയക്കുന്നത് ഹദിയ. അള്ളാന്റെ ഔദാര്യം ചോദിക്കുന്ന ആൾക്ക് 2 ദിർഹമും, ഉമ്മു ജാഫറിന്റെ ഔദാര്യം ചോദിക്കുന്ന ആൾക്ക് 2 പത്തിരിയും, ഉള്ളിലൊരു കോഴിയും, കോഴിയുടെ ഉള്ളിൽ പിന്നെ 10 ദീനാർ സ്വർണ്ണ നാണയം. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇത് കാണുമ്പോൾ ഈ പത്തിരിയല്ലേ, അപ്പോൾ പറയുക എനിക്കിതൊന്നും വേണ്ട, കുട്ടികളും മക്കളൊക്കെ നിങ്ങളെ വീട്ടിലല്ലേ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും. അങ്ങനെ 1 മാസം പൂർത്തിയായപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു, പത്തിരി കൊടുത്തയച്ച ആളോട് പറഞ്ഞു, അല്ല നിങ്ങളെ ദാരിദ്ര്യമൊക്കെ തീർന്നില്ലേ, 1 മാസമായിട്ടിപ്പോൾ കാര്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അയാൾ ചോദിച്ചു, എന്തൊക്കെ തന്നത് ഇവിടുന്ന്? 2 പത്തിരിയല്ലേ തന്നത്. ആ പത്തിരി ഞാൻ ഓരോ ദിവസവും 2 ദിർഹം കൊടുക്കണ അദ്ദേഹത്തിന് വെക്കും, എന്നിട്ട് ഞാൻ ദിർഹം വാങ്ങിയിട്ട് വീട്ടിൽ പോകും. പിന്നെന്താ എനിക്കുണ്ടാവുക? അപ്പോൾ ഈ വിവരം ഉമ്മു ജാഫറിനോട് പറഞ്ഞു. അപ്പോൾ ഉമ്മു ജാഫർ പറഞ്ഞു, ശരിയാണ്, അയാൾ പറഞ്ഞ കറക്റ്റാ. അയാൾ ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? എൻ്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരണേന്നാണ്. മറ്റേയാൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് തരണേന്ന്. അപ്പൊ വിശാലമായ നിന്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് തേടിയപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ തിന്നാൻ മാത്രമുള്ളത് കൊടുത്തു. അയാൾ അറിയാതെ തന്നെ കൊടുത്തു. കാരണം 10 ദീനാറും ഉള്ളിലാക്കി 1 കോഴിയും 2 പത്തിരിയും എൻ്റെ ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് ചോദിക്കുന്ന ആൾക്ക് സ്നേഹം കൊണ്ട് കൊടുത്തിട്ട് മറ്റേയാളുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അതുകൊണ്ടാണ് 10 ദീനാർ എന്നും കൈവശപ്പെടുത്തി 2 വെള്ളി നാണയം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന അവസ്ഥയുണ്ടായത്. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. ദാരിദ്ര്യം നൽകുന്നതും സമ്പത്ത് നൽകുന്നതും എല്ലാം അല്ലാഹുവാണ്. നമുക്കെന്ത് പരാതിയുണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും അത് പറയേണ്ടത് പടച്ചവനോടാണ്, സൃഷ്ടികളോടല്ല. മറ്റേയാൾ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും എന്നെ തൃപ്തിപ്പെടുത്തണമെന്നല്ല വിചാരിച്ചത്. എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ഉമ്മു ജാഫറിന്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് തേടി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് 10 ദീനാറും 1 ചുട്ട കോഴിയും 2 പത്തിരിയും കൊടുത്തു. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞ ആൾക്കോ 2 ദിർഹമേ കൊടുത്തുള്ളൂ. പക്ഷേ അല്ലാഹു തആല അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ 10 ദീനാർ കയ്യിലെത്തിച്ചു. അപ്പോൾ സങ്കടങ്ങൾ എപ്പോഴും അള്ളാഹുവിനോടാണ് പറയേണ്ടത് എന്ന പാഠമാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്നത്. ഒരുപാട് കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചരിത്രം നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അന്ന് യൂസുഫ് നബിയായിട്ടില്ല, കേവലം സുമുഖനായ 40 വയസ്സ് പ്രായമെത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു യുവാവായിരുന്നു. അടിമയായിട്ടാണല്ലോ മിസ്റിൽ വന്നത്. അങ്ങനെ സുലൈഖ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പരാതി കേട്ടിട്ട് താൽക്കാലികമായി സുലൈഖയുടെ മുഖം സംരക്ഷിക്കാൻ യൂസുഫിനെ ജയിലിലടക്കേണ്ടി വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ച 2 കൂട്ടുകാരുണ്ടായിരുന്നു കൂടെ. ഒരു ദിവസം ഒരാൾ സ്വപ്നം കണ്ട കഥ പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. വേറെ ഒരാൾ സ്വപ്നം കണ്ട കഥ പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തു. അത് അതുപോലെ തന്നെ പുലർന്നു. ഒന്നാമത്തെ ആൾ കണ്ട സ്വപ്നം ആ നാടിൻ്റെ ഭരണാധികാരിയായ രാജാവിന് കള്ള് ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നു. അപ്പൊ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി സ്വലാം വിശദീകരിച്ചത്, നിങ്ങൾ 3 ദിവസം കൊണ്ട് ജയിൽ മോചിതനാകും, നിങ്ങൾക്ക് വീണ്ടും ആ രാജാവിന് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുത്തു.
അതുപോലെ തന്നെ സംഭവിച്ചു. മൂന്നാമത്തെ ദിവസം വന്നിട്ട് ജയിൽ വാർഡർ വന്നിട്ട് ആ മനുഷ്യനെ വിളിക്കുകയാണ്, നിങ്ങളുടെ രാജാവ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, അന്ന് നബിയായിട്ടില്ല, ജയിലിൽ നിന്ന് മോചിതനാകാൻ പോകുന്ന അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉദ്കുർനി ഇൻദ റബ്ബിക്. പിന്നെ എൻ്റെ കാര്യം രാജാവിനോടൊന്ന് പറയണം കേട്ടോ. ഉദ്കുർനി ഇൻദ റബ്ബിക് ഖുർആൻ പറഞ്ഞ വേർഡാണ്. രാജാവിനോട് എൻ്റെ കാര്യം ഒന്ന് പറയണം. അത് പറയാൻ വേണ്ടി ഉദ്കുർനി ഇൻദ റബ്ബിക എന്ന് പറയാൻ വേണ്ടി 12 അക്ഷരങ്ങളാണ് ഉപയോഗിച്ചത്. പറഞ്ഞത് ഹിബ്രു ഭാഷയിലായിരുന്നു. ആ 12 അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറയേണ്ടതിന് പകരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരാൾ ഒരു വ്യക്തിയോട് യാചിക്കാൻ പോയത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് 12 വർഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കടന്നു. ഫൻസാഹു ശൈത്താൻ, ആ കാര്യം പിശാച് മറപ്പിച്ചു കളഞ്ഞു. എൻ്റെ കൂടെ നല്ല കഴിവുള്ള ഒരാൾ ജയിലിലുണ്ടായിരുന്നു എന്ന് പറയാൻ അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് പറയാൻ മറന്നുപോയി. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട കഥ സേവകനായ ഈ ബാലനോട് പറയാണ്, ഞാൻ ഇന്നലൊരു സ്വപ്നം കണ്ട്, ഇതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം പറയാൻ ആരാളുള്ളത്? ഓ അള്ളാ, രാജാവ് ഞാൻ പറ്റ മറന്നിട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂസുഫ് എന്ന് പറയുന്ന ഒരു ബാലൻ, ഓ അവനോട് വ്യാഖ്യാനം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ അച്ചിട്ട പോലെ സംഭവിക്കും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ഒരു സ്വപ്നം കണ്ടിട്ട് ആ യൂസുഫിനോടത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 3-ാം ദിവസം മോചിതനാവും, രാജാവിന് വീണ്ടും ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് എൻ്റെ വ്യാഖ്യാനം. അതല്ലേ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യൂസുഫ് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിനി, അത് ഞാൻ മറന്നുപോയി. ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കാര്യം രാജാവിനോട് പ്രത്യേകം ഒന്ന് പറയണമെന്ന്. 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കഥ രാജാവിനോട് പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം പിന്നീട് എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം വളരെ വിശാലമായിട്ട് പറഞ്ഞു കൊടുത്തു. വരൾച്ചയുടെ ഒരു കാലം വരാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി ഭക്ഷണങ്ങളെല്ലാം കരുതി വെക്കണം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ഒറ്റ വാക്കിൽ പറയാം. പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പം നമുക്ക് കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യകാരണങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നേരിട്ട് ഒരു കാര്യത്തിനും ഇടപെടില്ല. നമുക്ക് അരി വാങ്ങണമെങ്കിൽ റേഷൻ കടയിൽ പോകണം, എനിക്ക് കാശ് കൊടുക്കണം, ഞാൻ മുഅ്മിനായ മനുഷ്യനാണ്, തവക്കുലാക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയോ? വീട്ടിൽ ഭക്ഷണം പടക്കം തരൂല. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷേ ഹർജി നമ്മൾ ആദ്യം ഹൈക്കോടതിയിൽ കൊടുക്കണം, അള്ളാഹുവിനോട് പറയണം, എന്നിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം. ഈ ഒരു പാഠമാണ് ഈ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ ഉമ്മു ജാഫറിൻ്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അയാൾക്ക് കുട്ടികളുമില്ല മക്കളുമില്ല. കുട്ടികളും മക്കളും ഉള്ള ആള് അള്ളാഹുവിലേക്ക് തൻ്റെ ഹൃദയം തിരിച്ചു, പടച്ചോനെ നിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരണേ. അള്ളാഹു തആല നടപ്പിലാക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് ശക്തി നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഈ മഹത്തായ ഇൽമിൻ്റെ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ, ഞങ്ങളുടെ ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. നിന്റെ വിശാലമായ റഹ്മത്ത് ഞങ്ങളിൽ നീ കോരിച്ചൊരിയണേ റഹ്മാനെ. ഈ റജബിലും ശഅബാനിലും റമദാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ ഇബാദത്ത് കൊണ്ട് അതിൻ്റെ രാപ്പകലുകൾക്ക് സൗരഭ്യം പകരാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ
يا رب صل عليه وسلم